ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഐട്രേഷൻ മെത്തേഡ്. റിക്കർസീവ് ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി മെയിൻലി നമുക്ക് 4 മെത്തേഡ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഐട്രേഷൻ, സെക്കൻഡ് വൺ റിക്കർഷൻ ട്രീ മെത്തേഡ്, തേർഡ് വൺ മാസ്റ്റേഴ്സ്, ഫോർത്ത് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പം ഐട്രേഷൻ മെത്തേഡേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി അടുത്ത റിക്കർഷൻ ട്രീ മെത്തേഡ്. റിക്കർഷൻ ട്രീ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഐട്രേഷൻ മെത്തേഡിന് തന്നെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് റിക്കർഷൻ ട്രീ മെത്തേഡ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ ഡയറക്റ്റ് പോവാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, T of n equal to 3t n by 3 plus Cn. First question, T of n equal to 3t n by 3 plus Cn. നമ്മൾ ഇത് വരയ്ക്കുമ്പം ആദ്യം ഐട്രേഷൻ മെത്തേഡിലെ സ്റ്റെപ്പുകളെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീ വരച്ചാൽ മതി. ആദ്യം ഇപ്പം ടി ഓഫ് n തന്നിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്തുമായിരിക്കും? ടി ഓഫ് അടുത്ത കണ്ടുപിടിക്കും. ഇവിടുത്തെ അടുത്ത ടി ഓഫ് n by 3 ആയിരിക്കും നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ടി ഓഫ് n by 3 എന്താന്ന് നെക്സ്റ്റ് ചെയ്താൽ ടി ഓഫ് n by 3 ഈക്വൽ ടു, അത് എന്തിനു പോലെ അവിടെ അല്ല n by 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വരുന്നത് 3t n by 3 by 3 എന്ന് പറയും n by 3 സ്ക്വയർ എന്ന് പറഞ്ഞു. n by 3 സ്ക്വയർ പ്ലസ് c എന്തിനു വരും n by 3, c n by 3. ഇനി അടുത്ത ഇനി കണ്ടുപിടിക്കുന്നത് എന്തുമായിരിക്കും? ടി ഓഫ് n by 3 സ്ക്വയർ. ടി ഓഫ് n by 3 സ്ക്വയർ അതുപോലെ നേരത്തതുപോലെ തന്നെ ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3t n by 3 സ്ക്വയർ ബൈ 3, t ക്യൂബ് എന്നത് വരും, പ്ലസ് tn ബൈ 3 സ്ക്വയർ. ഇങ്ങനെ നമ്മൾ ഈ പാറ്റേണിൽ പോവുകയാണെങ്കിൽ ലാസ്റ്റിലത്തെ ടേം ഏകദേശം ടി ഓഫ് n ബൈ 3k ആയിരിക്കും. അതിന്റെ ആൻസർ വരുന്നത് 3t n by 3 raised to k plus cn by 3 raised to k ആയിരിക്കും. kth ടേം എന്ന് പറയുന്നത് n by 3 raised to k. ഇപ്പൊ ഈ മൂന്നെണ്ണം ചെയ്തപ്പോൾ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പാറ്റേൺ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റിൽ kth ടേം എന്ന് പറയുന്നത് t of n by 3 raised to k equal to 3t n by 3 raised to k plus cn by 3 raised to k. നേരത്തെ ഐട്രേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂയിലോട്ട് ഡയറക്റ്റ് n by 3 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കിപ്പം റിക്കർഷൻ ട്രീ മെത്തേഡിന്റെ അകത്ത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകണ്ട. അതിന് പോലെ ഈ പാറ്റേൺ ടി ഓഫ് n by 3 കണ്ടുപിടിക്കുക, ടി ഓഫ് n by 3 സ്ക്വയർ കണ്ടുപിടിക്കുക, ടി ഓഫ് n by 3 raised to k കണ്ടുപിടിക്കുക. ഇനി ഇതിന്റെ അകത്ത് റിക്കർഷൻ ട്രീ ചെയ്യുന്ന ആദ്യം റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടി ഓഫ് ഇല്ലാത്ത ടേം, ടി ഓഫ് ഇല്ലാത്ത ക്വസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട് സി എൻ ആയിരിക്കും നമ്മളെ റൂട്ട് നോഡ്. നമ്മൾ വരയ്ക്കുമ്പോൾ സി എൻ റൂട്ടായിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് എത്ര ബ്രാഞ്ച് ഉണ്ടെന്നുള്ള ഈ ട്രീ വരയ്ക്കുകയാണെങ്കിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് ഇവിടെ എത്ര ടി ഉണ്ട് തന്നിരിക്കുന്നത്? 3t n by 3 എന്ന്. അപ്പൊ റൂട്ടിന്റെ അവിടുന്ന് 3 ബ്രാഞ്ചാണ് ഉണ്ടാകുന്നത്. ബ്രാഞ്ച് വരുമ്പോൾ 3 ബ്രാഞ്ച് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത നമ്മൾ കണ്ടുപിടിച്ച ടി ഓഫ് n by 3.
ടി ഓഫ് എൻ ബൈ ത്രീയുടെ കോൺസ്റ്റന്റ് എവിടെ എന്തുവാ എടുക്കുന്നത്? സി എൻ ബൈ ത്രീ. കോൺസ്റ്റന്റ് മാത്രമേ നമ്മൾ ഇവിടെ ടി ഓഫ് ഇല്ലാത്ത ടേമുകൾ മാത്രമാണ് ഇവിടെ റിക്കർഷൻ ട്രീക്കകത്ത് വരയ്ക്കുന്നത്. അപ്പം ആദ്യം റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ അകത്ത് തന്നിരിക്കുന്നതിനകത്ത് തന്നെയുള്ള ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് സി എൻ. നെക്സ്റ്റ് അടുത്ത അതിനകത്തുനിന്ന് 3t എന്നായിട്ട് 3 ബ്രാഞ്ച് പോയി. ഇനി അടുത്ത എന്ന് അടുത്ത ടി ഓഫ് എൻ ബൈ ത്രീ എഴുതും. അതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് സി എൻ ബൈ ത്രീ. അപ്പം ഇവിടെ ഓരോ ബ്രാഞ്ചിന് സി എൻ ബൈ ത്രീ, ഇവിടെയും സി എൻ ബൈ ത്രീ, ഇവിടെയും സി എൻ ബൈ ത്രീ. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ നോഡിന്റെ ബ്രാഞ്ച് 3 തന്നെ വരത്തുള്ളൂ. 3t എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഇനി ഈ ഒരു സി എൻ ബൈ ത്രീക്ക് 3 എണ്ണം ഉണ്ടാവും. ഈ ഒരു സി എൻ ബൈ ത്രീക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. ഈ ഒരു സി എൻ ബൈ ത്രീക്ക് 3 ബ്രാഞ്ച്. ഓരോന്നിനും 3 ബ്രാഞ്ച് വെച്ച് കൊണ്ടേയിരിക്കും. അത് എത്ര എന്ന് വെച്ചാൽ അത്രയത്തിനും 3 തന്നെ പോകും. ഇനി അടുത്ത കണ്ടുപിടിച്ച് ആദ്യം സി എൻ കോൺസ്റ്റന്റ് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് സി എൻ ബൈ ത്രീ വന്നു. ഇനി അടുത്ത ടി ഓഫ് എൻ ബൈ ത്രീ സ്ക്വയർ. ടി ഓഫ് എൻ ബൈ ത്രീ സ്ക്വയറിന്റെ വരും കോൺസ്റ്റന്റ് ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയും സി എൻ ബൈ ത്രീ സ്ക്വയർ. ഇതിനകത്ത് ഓരോന്നിന്റെ ബ്രാഞ്ച് വരും സി എൻ ബൈ ത്രീ സ്ക്വയർ. സി എൻ ബൈ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. സി എൻ ബൈ ത്രീ സ്ക്വയർ, സി എൻ ബൈ ത്രീ സ്ക്വയർ. ഇനി ലാസ്റ്റത്തെ എന്ന് പറയുന്നത് എന്തുവരെ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ടി ഓഫ് എൻ ബൈ ത്രീ റേസ്റ്റ് കെ. അതിന്റെ കോൺസ്റ്റന്റ് നമ്മൾ എഴുതണ്ട. അതിന് പകരം ടി ഓഫ് എൻ ബൈ ത്രീ എന്നുള്ളത് തന്നെ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഈ ടേം തന്നെ ഡയറക്റ്റ് കൊടുത്താൽ മതി. അപ്പൊ വരുമ്പോ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോന്നും ഡോട്ട് ഇങ്ങനെ വിട്ട് കൊടുക്കുക. ടി ഓഫ് എൻ ബൈ ത്രീ റേസ്റ്റ് ടു കെ. അതായിരിക്കും നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ടി ഓഫ് എൻ ബൈ ത്രീ റേസ്റ്റ് ടു കെ. ഇതിന്റെ പകരം ടി ഓഫ് എൻ ബൈ ത്രീ റേസ്റ്റ് ടു കെക്ക് പകരം ടി ഓഫ് 1 ഇട്ടാലും കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഐട്രേഷൻ മെത്തേഡിൽ ചെയ്തപ്പോൾ ലാസ്റ്റ് വരുന്ന ടേം ടി ഓഫിന്റെ അകത്ത് എന്താണോ കിടക്കുന്നത് അതിനെ 1 ആയിട്ട് അസ്യൂം ചെയ്തു. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്തത്. അതുകൊണ്ടാണ് ടി ഓഫ് 1 ഇട്ടാലും കറക്റ്റ് ആണ്. ഇനി ട്രീ വരച്ചു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ നോഡിന്റെ ഓരോ ലെയറിലെ സം കണ്ടുപിടിക്കാം. ഓരോ ലെയറിന്റെ അതെ സം കണ്ടുപിടിക്കാം. ഈ ലെയറിന്റെ അകത്ത് ആകെ ഒരു സി എൻ ഉള്ളു. അപ്പൊ അതിന്റെ സം എന്ത് വരും? സി എൻ തന്നെ വരും സം. ഇനി നെക്സ്റ്റ് ലെയറിന്റെ അകത്ത് ഈ ലെയറിന്റെ അകത്ത് സം എന്ന് പറയുന്നത് 3cn ബൈ 3. അതായത് 3 cn ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3cn ബൈ 3 എന്ന് വരും. ഇതിനകത്ത് 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി സി എൻ തന്നെ വരും. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് ഇവിടെ വരുമ്പോൾ ഓരോന്നിനും 3 വരുമ്പോൾ എല്ലാം കൂടെ 9 വരും. 9cn ബൈ 3 സ്ക്വയർ എന്ന് പറയും. അതെ, 9 3 സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ ബാലൻസ് വീണ്ടും സി എൻ തന്നെ വരും. അപ്പൊ ഈ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ ലാസ്റ്റിലത്തെ ടേമിന്റെ സം എന്തായാലും സി എൻ തന്നെ ആയിരിക്കും. ഇനി നമ്മള് ഇപ്പൊ ട്രീയുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ലാസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ച് ടി ഓഫ് എൻ ബൈ ത്രീ റേസ്റ്റ് കെനെ 1 ആയിട്ട് അസ്യൂം ചെയ്യുക. അസ്യൂം n by 3 raised to k equal to 1. അങ്ങനെയാകുമ്പോൾ 3 raised to k എന്ന് പറയുന്നത് n ആണ്. k എന്ന് പറയുന്നത് log n to the base 3. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ഇപ്പം 2 raised to k ആയിരുന്നെങ്കിൽ k യുടെ വാല്യൂ വരുന്നത് log n to the base 2 ആണ്. 4 raised to k ആണെങ്കിൽ log n to the base 4 എന്ന് പറയും. ഇവിടെ 3 ആണ്. 3 raised to k equal to n ആണ്. അപ്പൊ k equal to log n to the base 3 ആണ്. ഇനി ഇതിപ്പം സം ഓഫ് n നമ്പേഴ്സിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വരും. എത്ര പ്രാവശ്യം ഉണ്ടാവും എല്ലാം തന്നെ സി എൻ തന്നെയാണ് വരുന്നത്. ഓരോ സ്റ്റെപ്പിലും സി എൻ തന്നെയാണ് സം ആയിട്ട് വരുന്നത്. അപ്പൊ സം ഓഫ് n നമ്പേഴ്സ്, അതായത് ഇപ്പം k+1 ആണ്. ടി ഓഫ് n ഈക്വൽ ടു
k+1 ആണെങ്കിൽ, ടൈം എക്സിക്യൂട്ടീവ് ആണെങ്കിൽ സം ഓഫ് n നമ്പേഴ്സിന്റെ k+1 ഇൻറ്റു Cn ആയിരിക്കും സം വരുന്നത്. ഇനി കെയുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, log n to the base 3. പിന്നെ +1 ഇൻറ്റു Cn. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് Cn അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Cn log n to the base 3 plus 1 into Cn എന്ന് പറഞ്ഞാൽ Cn. ഇനി ഇതിൻ്റെ അകത്ത് ഏത് ടേമിനെ എടുക്കുക, അതായത് എപ്പോഴും നമ്മൾ സമ്മായിട്ട് എടുക്കുന്ന ബിഗ് ഓർഡർ നൊട്ടേഷൻ ചെയ്യുന്ന ഏറ്റവും ഡൊമിനേറ്റിംഗ് ഫാക്ടർ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടേമിനെ എടുക്കത്തുള്ളൂ. ഇപ്പൊ Cn ഉണ്ട്, Cn log 3 ഉണ്ട്. അപ്പൊ C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ C ക്യാൻസൽ ആയിപ്പോൾ പിന്നെ ബാലൻസ് ആയിട്ടുള്ളത് n log n to the base 3 ഒരു n ഉണ്ട്. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് എന്ന് പറയുന്നത്, ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് n log n. അപ്പൊ നമ്മൾ ആൻസർ ഉണ്ട് ബിഗ് O ഓഫ് n log n to the base 3. ഇതാണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് അതിനകത്തുള്ള ടി ഓഫ് എന്നിന്റെ ടേം നെക്സ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ അതിനകത്തുള്ള ടി ഓഫ് എന്നിന്റെ ടേം, ടി ഓഫ് എന്നിന്റെ അകത്ത് എന്താണ് കിടക്കുന്നത് ആ ടേം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യം തന്നെ 3t n/3 പ്ലസ് Cn എന്നായിരുന്നു. അപ്പം നെക്സ്റ്റ് കണ്ടുപിടിക്കുക ടി ഓഫ് n/3. ടി ഓഫ് n/3 കണ്ടുപിടിക്കുക. അതിൻ്റെ അകത്ത് വരുന്ന ടി ഓഫ് എന്നിന്റെ ടേം ടി ഓഫ് n/3². ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് k ആയിട്ട് അസ്യൂം ചെയ്ത് ടി ഓഫ് n/3k കണ്ടുപിടിക്കുക. ഇനി ട്രീ വയ്ക്കാൻ പറയുന്നത് ടി ഓഫ് ഇല്ലാത്ത ടേം വെച്ചാണ് നമ്മൾ ട്രീയുടെ റൂട്ട് നോഡ് എടുക്കുന്നത്. റൂട്ട് ഒന്നല്ല, അതിൻ്റെ ട്രീയുടെ എല്ലാ ബ്രാഞ്ചും വരയ്ക്കുന്നത് ടി ഓഫ് ഇല്ലാത്ത ടേമും. എത്ര ബ്രാഞ്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് എത്ര ടി ഉണ്ടെന്ന് നോക്കാം. 3t എന്നാണ്. ഇപ്പൊ 4t ആണെങ്കിൽ 4 ബ്രാഞ്ച് ആണ്, 5t ആണെങ്കിൽ 5 ബ്രാഞ്ച്, അങ്ങനെയാണ് പോകുന്നത്. വെറും ടി മാത്രമേ ഉള്ളൂ, ഒറ്റ ബ്രാഞ്ചേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വരും. ഇനി അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഓരോ ബ്രാഞ്ചിൽ നിന്ന് നെക്സ്റ്റ് ആയിട്ട് ആദ്യം Cn, പിന്നെ നേരിട്ട് നെക്സ്റ്റ് ടി ഓഫ് n/3യുടെ ടി ഓഫ് ഇല്ലാത്ത ടേം ടി ഓഫ് 3Cn/3 എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് കണ്ടുപിടിക്കുക ടി ഓഫ് n/3². ടി ഓഫ് n/3²ൻ്റെ അകത്ത് ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് Cn/3². 3³ ആണ് ഇവിടെ എഴുതിയപ്പോ പറഞ്ഞു, അല്ല സ്ക്വയർ ആണ്, 3² ആണ്. ഇനി ഇപ്പൊ ഇതിന്റെ കോൺസ്റ്റന്റ് ടി ഓഫ് ഇല്ലാത്ത ടേം വെച്ച് നമ്മൾ ഇതെല്ലാം ബ്രാഞ്ച് എല്ലാം വരച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ ലെയറിലെയും സം കണ്ടുപിടിക്കുക. അപ്പൊ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒറ്റ Cn ഉള്ളതുകൊണ്ട് Cn. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 Cn/3 ഉണ്ട്. അപ്പൊ 3Cn/3 അതിൻ്റെ അകത്ത് 3 ക്യാൻസൽ ആയിപ്പോയി, ബാലൻസ് ചേർന്ന് Cn. നെക്സ്റ്റ് ലെയർ 9Cn/3². അപ്പൊ 9 3² ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് Cn. അപ്പൊ എല്ലാത്തിനും അത് സം Cn തന്നെ വരുന്നത്. ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ലാസ്റ്റിലത്തെ ടേം എന്ന് പറയുന്നത് ടി ഓഫ് n/3k. അപ്പൊ നമ്മൾ n/3k 1 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പൊ 3k = n, k = log n to the base 3. ടി ഓഫ് n എഴുതുന്നത് എപ്പോഴും ടി ഓഫ് n എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടെ സം എഴുതാം. ഇതിനകത്ത് സം എല്ലാത്തിൻ്റെ അകത്ത് Cn തന്നെ വരുന്നു. അങ്ങനെ ആകുമ്പോൾ k+1 ടേമിന്റെ സം എന്ന് പറയുന്നത് k+1 ഇൻറ്റു Cn ആയിരിക്കും. അപ്പം പിന്നെ നേരിട്ട് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, log n to the base 3 plus 1 into Cn. ഇനി അകത്തോട്ട് Cn മൾട്ടിപ്ലൈ ചെയ്തു. Cn log n to the base 3 plus Cn. അതിൻ്റെ അത് ഡൊമിനേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു പക്ഷെ അതിനെടുക്കുക. അതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് വരുന്നത് പറയുന്നത് n log n to the base 3 ആണ്. ബിഗ് O ഓഫ് n log n to the base 3. ഇങ്ങനെയാണ് റിക്കർഷൻ ട്രീ വരയ്ക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
നിങ്ങൾക്ക് ചെയ്ത് തന്നെ പഠിക്കണ്ടേ, ഇല്ല നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് ചെയ്യുന്നത് ശരിയാകത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. T of n equal to 1 if n equal to 1, so 3t n by 4 plus cn square otherwise. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി ഓഫ് എൻ എഴുതുക. ടി ഓഫ് എൻ ഈക്വൽ ടു ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നത് തന്നെ 3t n by 4 പ്ലസ് ടി എൻ സ്ക്വയർ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക അടുത്ത ടി ഓഫിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നത് അത് നെക്സ്റ്റ് കണ്ടുപിടിക്കുക. ടി ഓഫ് എൻ ബൈ 4 കണ്ടുപിടിക്കുക. എൻ ബൈ 4 എന്ന് പറയുന്നത് 3t n by 4 by 4 എന്ന് പറയുന്നത് n by 4 സ്ക്വയർ. n by 4 by 4 എന്ന് പറയും n by 4 സ്ക്വയർ വരും. പിന്നെ പ്ലസ് സി എൻ സ്ക്വയർ. എൻ സ്ക്വയറിന്റെ വാല്യൂ n by 4 സ്ക്വയർ. n by 4 സ്ക്വയർ അല്ലേ, n സ്ക്വയർ by 4 സ്ക്വയർ. n സ്ക്വയർ by 4 സ്ക്വയർ. ഇതിന് ഈ 4 സ്ക്വയറിന് വരെ എനിക്ക് 16 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3t n by 4 സ്ക്വയർ പ്ലസ് ടി എൻ സ്ക്വയർ ബൈ 16. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും? ടി ഓഫ് n by 4 സ്ക്വയർ ആണ്. ടി ഓഫ് n by 4 സ്ക്വയർ ഈക്വൽ ടു 3t n by 4 സ്ക്വയർ ബൈ 4 എന്ന് പറയാൻ 4 ക്യൂബ് പ്ലസ് ടി എൻ സ്ക്വയർ ബൈ cn square by 4 square cn സ്ക്വയറിന് വരെ നമ്മൾ കൊടുക്കുന്നത് n സ്ക്വയർ n by 4 സ്ക്വയർ. n by 4 സ്ക്വയർ എന്ന് വരും. അതിനെ നമുക്ക് ഡയറക്ട്ലി ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3t n by 4 cube plus t n square by 16 ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 സ്ക്വയർ ദ ഹോൾ സ്ക്വയറിന് നമുക്ക് 16 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി ലാസ്റ്റിലത്തെ ടേം കണ്ടുപിടിക്കുന്നത് ടി ഓഫ് n by 4:k ആയിരിക്കും ലാസ്റ്റിലത്തെ വരും. ഈ ട്രീ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ കോൺസ്റ്റന്റ്, അതായത് ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ടി എൻ സ്ക്വയർ. സി എൻ സ്ക്വയർ ആണ് റൂട്ടിനോട് വരുന്നത്. അതിനകത്ത് വരുന്ന ബ്രാഞ്ച് വരുന്നത് എത്ര ബ്രാഞ്ച് എന്ന് ചോദിച്ചാൽ ഇവിടെ 3t ആണ്. അപ്പം റൂട്ടിൽ 3 ബ്രാഞ്ചസ്. ഇനി ആ ബ്രാഞ്ചിന്റെ അകത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് ടി ഓഫ് ഇല്ലാത്ത നെക്സ്റ്റ് ടേം cn square by 16. cn square by 16. ഇവിടെ cn square by 16. cn square by 16. ഇനി ഇവിടെ നിന്നും ഓരോ നോഡിൽ നിന്ന് 3 ബ്രാഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഇവിടെ ലാസ്റ്റ് സെക്കൻഡ് കണ്ടുപിടിച്ചത് cn square by 16 സ്ക്വയർ. cn square by 16 സ്ക്വയർ. ഇങ്ങനെ പോവാണെങ്കിൽ ഈ പാറ്റേൺ വരാൻ ലാസ്റ്റിൽ ടേം പറയും ടി ഓഫ് n by 4:k. n by 4:k. ഇനിയും ഓരോ നോഡിലെ സം നോക്കാം. റൂട്ട് നോഡിന്റെ സം എന്ന് പറയുന്നത് cn സ്ക്വയർ മാത്രമാണ്. cn സ്ക്വയർ അതിന്റെ സം. ഈ നെക്സ്റ്റ് 3
cn square by 16. അപ്പൊ ഞാൻ 3/16 cn square എന്ന് എഴുതുവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരും. ഇനി അടുത്ത വരുന്നത് ഇവിടെ വരുന്നത് 9/16 square cn. cn square ഉണ്ട്. ഇവിടുത്തെ സിമ്പിൾ 9/16 square. ഇതിനെ എനിക്ക് 9/16 സ്ക്വയറിനെ 3/16 the whole square into cn square എഴുതൂടെ. അതായത് 9/16 9 പകരം 3 സ്ക്വയർ ചെയ്ത് 16 സ്ക്വയർ ഓൾറെഡി ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ വരുമ്പോൾ ഹോൾ സ്ക്വയർ ഇട്ടു, പിന്നെ വേണ്ട cn സ്ക്വയർ. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റിലത്തെ ടേമിന്റെ സം എത്ര വരുമായിരിക്കും? ലാസ്റ്റിലത്തെ സം എന്ന് പറയുന്നത് 3/16 raised to k cn square. ഫസ്റ്റിന്റെ സം cn square, സെക്കൻഡിന്റെ സം 3/16 cn square, തേർഡ് വന്ന് 3/16 whole square by cn square. അങ്ങനെ പോവാണെങ്കിൽ kth ടേമിന്റെ സം എന്ന് പറയുന്നത് 3/16 whole raised to k into cn square. ഇനിയും ചെയ്യേണ്ടത് ലാസ്റ്റിലത്തെ ടേമിനെ നമ്മൾ 1 ആയിട്ടൊക്കെ അസ്യൂം ചെയ്യാം. അതായത് t of n/4 നെ 1 ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാകുമ്പോൾ 4 equal to n, k equal to log n to the base 4. ഇനി t of n എഴുതാം. t of n എഴുതുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എഴുതാം. അപ്പൊ ഫസ്റ്റിന്റെ സം എന്ന് പറയും ഇവിടെ നമ്മൾ ടോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ എഴുതിയാൽ മതി. cn square, നെക്സ്റ്റിന്റെ സം 3/16 cn square, plus നെക്സ്റ്റിന്റെ സം 3/16 the whole square into cn square, plus etc up to 3/16 raised to k cn square. ഇനി ഇതിന്റെ അകത്തുനിന്ന് കോമൺ എടുക്കാൻ പറ്റുന്നത് എല്ലാത്തിന്റെ അകത്ത് cn സ്ക്വയർ ഉണ്ട്. അപ്പൊ cn സ്ക്വയറിന് കോമൺ എടുത്തു. ബാലൻസ് വരുന്നത് 1 plus 3/16 plus 3/16 square plus etc up to 3/16 raised to k. ഇനി ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു ഇക്വേഷൻ 1 plus 3/16 plus 3/16 square plus etc up to 3/16 raised to k ഇക്വേഷൻ വരുന്നത് ഇൻഫിനിറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1 minus 3/16. ഈ ഒരു പാറ്റേൺ വരുമ്പോൾ 1/1 minus 3/16 ഇക്വേഷൻ എഴുതി വെച്ചോണേ. ബാലൻസ് വരുന്നത് cn square into 1/1 minus 3/16. ഇതെന്ന് പറയും ഇൻഫിനിറ്റ് സീരീസ് ജോമെട്രിക് പ്രോഗ്രഷൻ സമ്മാണ്. ഇനി ഇതിനെ എനിക്ക് 1/1 minus 3/16 ഇതിനെ നമുക്ക്
സോൾവ് ചെയ്യാം. അതായത് വരുമ്പോൾ 1/1 മൈനസ് 3/16 അകത്തുനിന്ന് ഡിനോമിനേറ്റർ രണ്ടും കൂടെ 16 ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് ഇവിടെ നോട്ട് ചെയ്തുവാണ്. 1/1 മൈനസ് 3/16 ആണെന്ന് വരുന്നത്. ഇതിന് എനിക്ക് 1/16 മൈനസ് 3/16. അതിന് ഇവിടുന്ന് ഡിനോമിനേറ്റർ എടുത്ത് രണ്ടിനകത്ത് കോമണായിട്ട് 16 എടുത്തു. എന്നിട്ട് 16 മൈനസ് 3/16. അതിന്റെ ആൻസർ വരുന്നത് 1/13/16 ഈക്വൽ ടു 1/13/16 എന്ന് പറയുന്നത് 16/13 തന്നെ വരും. ഇനി അതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16/13 cn സ്ക്വയർ. ഇനി ഇതിനെ ഇതാണ് നമുക്ക് സം കണ്ടിട്ട് ഇതിനെ ബിഗ് ഓ ടേംസിൽ ബിഗ് ഓ ഓഫ് അതായത് കോൺസ്റ്റന്റ് ടേംസുകളെ നമ്മൾ കളയും. ബാക്കിയുള്ള എന്നിന്റെ ടേം മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ബിഗ് ഓ ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഇതിനകത്ത് ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. ഇൻഫിനിറ്റ് സീരീസിന്റെ ജോമെട്രിക് പ്രോഗ്രഷന്റെ സം 1 പ്ലസ് 3/16 പ്ലസ് 3/16 സ്ക്വയർ എക്സെട്ര അപ് ടു 3/16 ഹോൾ റൈസ്ഡ് ടു k ഈക്വൽ ടു 1/1 മൈനസ് 3/16. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ. Next question. T of n equal to 8t n by 2 plus n square. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പിന്നെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടുപിടിക്കും ടി ഓഫ് ഇതിനകത്തുള്ള നെക്സ്റ്റ് കിട്ടും. ടി ഓഫ് n by 2 കണ്ടുപിടിക്കണം. n by 2 എന്ന് പറയുന്നത് അതിന് മുന്നേ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വിട്ടേക്കാവേ. നേരത്തെ എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു, കുഴപ്പമില്ല. അറേഞ്ച് ചെയ്തതിലും കുഴപ്പമില്ല. നമുക്ക് n by 2 എന്ന് പറയുന്നത് 80 n by 2 by 2 n by 2 by 2 എന്ന് പറയുന്നത് n by 2 സ്ക്വയർ പ്ലസ് n സ്ക്വയറിന് പകരം n by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n by 2 the whole square. ഇനി ഇതിനെ എനിക്ക് n by 2 സ്ക്വയറിനെ എനിക്ക് n സ്ക്വയർ ബൈ 4 എന്ന് എഴുതിക്കൂടെ? നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ നേരത്തെ ചെയ്തപ്പോഴും ചെയ്തത് അതിന് എന്നിന്റെ ടേമിനെ മാക്സിമം സോൾവ് ചെയ്യുക. അതായത് എന്നിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എന്തോന്ന് നിർത്തുക, അതിനെ മാക്സിമം സോൾവ് ചെയ്ത് നിർത്തുക. ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി ഞാൻ പ്രൊസീജിയർ ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 80 n by 2 സ്ക്വയർ പ്ലസ് n സ്ക്വയർ ബൈ 4 ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഹോൾ സ്ക്വയർ ആണ്. n സ്ക്വയറിനെ അതുപോലെ ഇട്ടു. 2 സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 സ്ക്വയറിന്റെ വാല്യൂ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ടി ഓഫ് n by 2 സ്ക്വയർ. ടി ഓഫ് n by 2 സ്ക്വയറിന്റെ വാല്യൂ വരുന്നത് 80 n by 2 സ്ക്വയർ ബൈ 2. n by 2 സ്ക്വയർ ബൈ 2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് n by 2 ക്യൂബ് പ്ലസ് പിന്നെ വരുന്നത് n സ്ക്വയർ. n by 2 സ്ക്വയർ n by 2 സ്ക്വയർ the whole square. ഇതാണ് വരുന്നത്. അപ്പം
ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പാറ്റേൺ പോയാൽ ടി ഓഫ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ടേം ടി ഓഫ് എൻ ബൈ 2 ആയിരിക്കും ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ടേം. നമുക്ക് ട്രീ വരയ്ക്കാം. ട്രീ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ടി ഓഫ് ഇല്ലാത്ത ടേമിന് വരുന്നത് എൻ സ്ക്വയർ ആണ് ടി ഓഫ് ഇല്ലാത്ത റൂട്ട് നോഡായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടുപിടിച്ചതിന്റെ ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയും ടി ഓഫ് എൻ ബൈ 2 ടി ഓഫ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് എൻ സ്ക്വയർ ബൈ 4. അതിൻ്റെ അകത്ത് ബ്രാഞ്ച് വരുന്നത് ഇവിടെ 8t ആണ്. അപ്പം റൂട്ടിന്റെ അവിടുന്ന് എല്ലാ നോഡിൽ നിന്നും നമുക്ക് 8 ബ്രാഞ്ച് ആണുള്ളത്. 8 ബ്രാഞ്ചസ് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ടി ഓഫ് എൻ ബൈ 2ന്റെ അകത്ത് ടി ഓഫ് ഇല്ലാത്ത ടേം എൻ സ്ക്വയർ ബൈ 4. എൻ സ്ക്വയർ ബൈ 4 സ്ക്വയർ ബൈ 4 ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ നോഡിൽ നിന്ന് 8 ബ്രാഞ്ച് വെച്ച് ബ്രാഞ്ച് പോവും. ഇതെല്ലാം കൂടെ വരയ്ക്കാൻ നിൽക്കുകയാണ് പേപ്പറിൻ്റെ അകത്ത് സ്ഥലം കാണത്തില്ല. അപ്പൊ നിങ്ങൾ ഒരു ചെയ്യുന്നത് രണ്ട് എൻഡിലിൻ്റെ അകത്തുനിന്ന് 8 ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാം. ഇവിടുത്തെ എൻഡിൻ്റെ അകത്തുനിന്ന് 8 ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കെല്ലാം ഡോട്ട് ഇടുക. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തുവായിരുന്നു ടി ഓഫ് ഇവിടെ ഞാൻ ചെയ്തപ്പം എൻ സ്ക്വയർ ബൈ 4 ചെയ്തു. ഇവിടെ അതേ ഒരു പാറ്റേൺ ചെയ്യുവാണെങ്കിൽ 8t n by 2 cube plus n by 2 square the whole square ആണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. n square by 4 square ഇങ്ങനെ എഴുതാം. n square by 4 square ഒരു പാറ്റേൺ കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ n square by 4 എഴുതി. അപ്പൊ അതേ രീതിയിൽ തന്നെയുള്ള ആൻസർ വേണം നെക്സ്റ്റ് പാറ്റേൺ ആയിട്ട് വേണം. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. n square by 4 square എന്ന് പറഞ്ഞു. ഇനി സ്ക്വയർ ബൈ 4 സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടി ഓഫ് n by 2 ആയിരിക്കും ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ടി ഓഫ് n by 2 ഈ നോഡിന്റെ സം കണ്ടുപിടിക്കാം. ഇവിടുത്തെ നോഡിന്റെ സം n സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പം n സ്ക്വയർ ആയിട്ട് ഇനി നെക്സ്റ്റ് നോഡിന്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ ബൈ 4 8 എണ്ണം ഉണ്ട്. അപ്പം 8 n സ്ക്വയർ ബൈ 4 8 4 നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 2n സ്ക്വയർ. ഇനി അടുത്ത നോഡിന്റെ സമ്മായിട്ട് വരുന്നത് ഓരോന്നിനും 8 വെച്ചോട്ടെ. 8 into 8 എന്ന് പറയുന്നത് 64 n സ്ക്വയർ ബൈ 4 സ്ക്വയർ. ഇനി അതിന്റെ സം വരുന്നത് 4 സ്ക്വയർ വാല്യൂ 16. 64ഉം 16ഉം കട്ട് ചെയ്ത് പോകും. 4 ആണ് ആൻസർ. 16 into 4 ചെയ്യുമ്പോൾ 64 ആണ് കിട്ടുന്നത്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 4n സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അതിന് നമുക്ക് 2 സ്ക്വയർ n സ്ക്വയർ എന്ന് എഴുതാം. 4 സ്ക്വയർ ഇവിടെ 2 ആദ്യം ഒരു n സ്ക്വയർ വന്നു, പിന്നെ വീണ്ടും 2n സ്ക്വയർ ആയി, പിന്നെ അടുത്ത 2 സ്ക്വയർ n സ്ക്വയർ. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റിലത്തെ ടേമിന്റെ സം വരുന്നത് 2k n ഇങ്ങനെയായിരിക്കും പോകുന്നത്. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ടി ഓഫിന്റെ അകത്ത് എന്താണ് ലാസ്റ്റില് kth ടേമിനെ നമ്മൾ 1 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പം n by 2k equal to 1, 2k equal to m. k എന്ന് പറയുന്നത് log n to the base 3. ബേസ് 3 അല്ല 2. ടി ഓഫ് n എന്ന് പറയുന്നത്
അതായത് ഇവിടെ നമ്മൾ കിട്ടിയ റിക്കർഷൻ ട്രീ വരച്ചപ്പോൾ കിട്ടിയ ഓരോ നോഡിനെ സം ചെയ്യുക. അതായത് ഫസ്റ്റ് സം n സ്ക്വയർ, പിന്നെ വീണ്ടും സെക്കൻഡ് സം 2n സ്ക്വയർ, തേർഡിന് സം 2 സ്ക്വയർ n സ്ക്വയർ, പിന്നെ പോവാണ് ലാസ്റ്റിൽ തേർഡ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയപ്പോൾ n സ്ക്വയർ ഇട്ടില്ല, സ്ക്വയർ തന്നെയാണ് 2 n സ്ക്വയർ ആ ഇവിടെ n സ്ക്വയർ, പിന്നെ 2n സ്ക്വയർ, 2 സ്ക്വയർ n സ്ക്വയർ, ലാസ്റ്റ് വരുമ്പോൾ 2 n സ്ക്വയർ പ്ലസ് 2 n സ്ക്വയർ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. എല്ലാത്തിനും കോമൺ ആയിട്ട് n സ്ക്വയർ ഉള്ളത്. n സ്ക്വയർ കോമൺ എടുത്തു, ബാലൻസ് വരുന്നത് 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 2 ഇതിനൊരു ഇക്വേഷൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 2 ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? ഇത് നേരത്തെ നമ്മൾ എഴുതി വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 2 - 1 ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വന്നത് 2 - 1 ബൈ 2 - 1 എന്നായിരുന്നു. ഇവിടെ ഇപ്പൊ ലാസ്റ്റിലുള്ള ടേം എന്ന് പറയുന്നത് k ആണ് കിടക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മളിത് അവിടെ നമ്മൾ 2 - 1 എന്നായിരുന്നു ഇക്വേഷൻ എഴുതിയത്. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ k - 1 ഈക്വൽ ടു 2 - 1 ബൈ 2 - 1 എന്നൊരു ഇക്വേഷൻ ആണ് നേരത്തെ നമ്മൾ എഴുതി വെച്ചത്. ഇതേ പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുക. അപ്പൊ ഇവിടെ ഇവിടുത്തെ ലാസ്റ്റിലത്തെ ടേം എന്ന് പറയും 2 ആ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ടേമിനെ കൂടെ മാറ്റണം. അപ്പം ആൻസർ വരുമ്പോൾ n സ്ക്വയർ കോമൺ, ലാസ്റ്റ് 2 - 1 നിന്നപ്പോൾ ഇക്വേഷൻ വരുന്നത് 2 - 1. അപ്പൊ ഇതിന് പകരം ലാസ്റ്റ് അതായത് എന്തുകൊണ്ട് ലാസ്റ്റ് പ്ലസ് 1 ആണ് ചെയ്യുന്നത്. 2 പ്ലസ് 1 മൈനസ് 1 ബൈ 2 - 1 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് n സ്ക്വയർ 2 പ്ലസ് 1 മൈനസ് 1 ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് 2 പ്ലസ് 1 ഇരിക്കുക a*m × a*n എന്ന് പറയുന്നത് a*m പ്ലസ് എന്നാണ്. അങ്ങനെ ആകുമ്പോൾ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 2. 2 എന്ന് പറയുന്നത് ഇതിന് വേണ്ടി 2 കൊടുത്തു മൈനസ് 1. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് a*m × a*n ഈക്വൽ ടു a*m പ്ലസ് n. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം കൊടുക്കാം. അതായത് 2k നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. n ബൈ 2k ഈക്വൽ ടു 1. 2k n ആയിട്ട് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് ബാലൻസ് വരുന്നത് n സ്ക്വയർ ഇൻറ്റു 2k വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഇൻറ്റു 2 മൈനസ് 1. n സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു 2 എന്ന് പറയുന്നത് 2n മൈനസ് 1. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ ഇൻറ്റു 2n എന്ന് പറയുന്നത് 2n³ മൈനസ് n സ്ക്വയർ ഇൻറ്റു 1 n സ്ക്വയർ. ഇതെന്ന് പറയുന്നത് ബിഗ് ഓർഡർ ടേംസിൽ എഴുതുവാണെങ്കിൽ ഇതിന്റെ ഡൊമിനേറ്റിംഗ് ഫാക്ടർ അതായത് ഇതിന്റെ ഹയസ്റ്റ് ടേം n³. ആ കോൺസ്റ്റന്റ് കളയാണ് ബിഗ് ഓഫ് n³. ഇത് ക്ലിയർ ആണോ? ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ചെയ്ത് തന്നെ പഠിക്കുക.
ക്ലിയർ ആണോ? ഇനി ഏകദേശം ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്ന PDF-ലുണ്ട്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണേ. Next question, T of n equal to 4t n by 2 plus n. ഇതിനകത്ത് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും T of n by 2 ആയിരിക്കും. T of n by 2 equal to 4t n by 2 എന്ന് പറയും n by 2 square plus എന്നിന് വരെ n by 2 ആക്കാം. അപ്പൊ n by 2. അടുത്ത വരുമ്പോൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്ന T of n by 2 square. T of n by 2 square equal to 4t n by 2 square by 2 n by 2 cube plus എന്നിന് വരെ n by 2 square. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റിലുള്ള ടേം എന്ന് പറയുന്നത് T of n by 2 raised to k. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ റൂട്ട് നോഡായിട്ട് കൊടുക്കുന്നത് T of ഇല്ലാത്ത ടേം n. എത്ര ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4t ആണ്. അപ്പം 4 ബ്രാഞ്ച് ഉണ്ടാവും. അതിനകത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് T of ഇല്ലാത്ത നെക്സ്റ്റ് ടേം എന്ന് പറയും n by 2. ഇനി ഇതിന്റെ അകത്തുനിന്ന് വീണ്ടും 4 ബ്രാഞ്ച് വെച്ചിട്ട് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് T of n by 2 സ്ക്വയറിന്റെ അകത്ത് T of ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് n by 2 സ്ക്വയർ. ആണെങ്കിൽ ലാസ്റ്റിൽ kth ടേം എന്ന് പറയുന്നത് T of n by 2 raised to k. ഇനി ഇതിനകത്ത് എല്ലാ ലെയറിനകത്തെ സം കണ്ടുപിടിക്കാം. ഇതിന്റെ സം ഫസ്റ്റ് ലെയറിന്റെ സം എന്ത് തന്നെ, സെക്കൻഡ് ലെയറിന്റെ സം 4n by 2. 4n by 2 എന്ന് പറയുന്നത് 2 4 നമുക്ക് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 2n. നെക്സ്റ്റ് ലെയറിന്റെ സം എന്ന് പറയുന്നത് 4 into 4 16 n by 2 സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 16 4 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഒരു 4n. 4n പോലെ ഇതേ പാറ്റേൺ നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ട് 2 സ്ക്വയർ എന്നത് എഴുതാമല്ലോ. ഇങ്ങനെ വരുവാണെങ്കിൽ ലാസ്റ്റിലത്തെ ടേമിന്റെ സംബന്ധ വരും. ലാസ്റ്റിലത്തെ ടേമിന്റെ സംബന്ധം പറയും 2 raised to k n. ഇനി നമ്മൾ അസ്യൂം ചെയ്ത് അസ്യൂം n by 2 raised to k equal to 1. അങ്ങനെയാണെങ്കിൽ 2 raised to k equal to n, k equal to log n to the base 2. T of n എഴുതുക. T of n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്ന ഓരോന്നിന്റെയും സമ്മ അതുപോലെ തന്നെ എഴുതി പോവാം. n plus 2n plus 2 square n plus to 2 raised to k n. ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്നിനെ എടുക്കാം. എന്നിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ
ബാലൻസ് വരുന്നത് 1 plus 2 plus 2 square plus etc. up to 2 raised to k. വീണ്ടും ആ നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1 plus 2 plus 2 square plus etc. up to 2 raised to k equal to 2 raised to k plus 1 minus 1 by 2 minus 1 into 2 raised to k plus 1 minus 1 by 2 minus 1. ഇത് വരുമ്പോൾ n into 2 raised to k plus 1 2 raised to k into 2 raised to 1 minus 1. 2 raised to k എന്നുള്ളത് n ആണെന്ന് നമുക്കറിയാം. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n into 2n minus 2 raised to k. 2 raised to k യുടെ വാല്യൂ 2നെ ഇവിടെ ഉണ്ട് 2 minus 1. ഇനി ഇതിനകത്തുനിന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n into 4n minus 1 എന്ന് പറയും. ഇനി അതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ, എന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n സ്ക്വയർ മൈനസ് n. ഇതിനകത്ത് നിന്ന് ഹയസ്റ്റ് ടേം ഏതാണെന്ന് വെച്ചാൽ ബിഗ് ഓ ഓഫ് 4n ഉണ്ട് n സ്ക്വയർ ഉണ്ട്. അപ്പൊ n സ്ക്വയർ എടുക്കും, കോൺസ്റ്റന്റ് കളയാം. ബിഗ് ഓ n സ്ക്വയർ. ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ലാസ്റ്റ് ഏതാ? ഇതാണോ? അല്ല, ബിഗോയുടെ തൊട്ട് മുന്നേ ഉള്ള അതെങ്ങനെ വന്നോ? അല്ല, അത് കഴിഞ്ഞിട്ട് അയ്യോ, ഇടയ്ക്കൊരു സംഭവം കിട്ടി. അതെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. 2n തന്നെ വരുന്നുള്ളൂ. അതായത് 2 raised to k എന്നുള്ളത് n ആണല്ലോ. ഇവിടെ തെറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് 2 raised to k യുടെ വാല്യൂ n ആണ്. അപ്പൊ ബാലൻസ് വരുന്നത് n into 2 minus 1. പറയുന്നത് n into 2n minus 1 equal to അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2n സ്ക്വയർ മൈനസ് n equal to അത് ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് ബിഗ് ഓ എഫ് n സ്ക്വയർ. ഈ കോൺസ്റ്റന്റുകൾ അങ്ങോട്ടും ഇങ്ങനെ മാറിയാലും നമ്മുടെ ഫൈനൽ ആൻസറിനെ എഫക്ട് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. കോൺസ്റ്റന്റ് ഇപ്പൊ ഇതിനകത്തിപ്പോ ആദ്യം ചെയ്തപ്പോ എനിക്ക് 4 വന്നു, ഇപ്പൊ ചെയ്തപ്പോ 2 വന്നു. എന്നാലും ഫൈനൽ ആൻസറിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. കോൺസ്റ്റന്റുകൾ അതുകൊണ്ടാണ് കാര്യമായിട്ട് നമ്മൾ സോൾവ് ചെയ്യാതെ നടക്കുന്നത്. എന്നിന്റെ ടേം ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അതുപോലെ തന്നെ ഇടണം. ഇപ്പൊ n സ്ക്വയറും n ക്യൂബും ഒക്കെ ആണെങ്കിൽ അതും അതുപോലെ തന്നെ. കോൺസ്റ്റന്റ് ഇപ്പം മൾട്ടിപ്ലൈ ചെയ്താലും ഇല്ലേലും പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. ഈ മെത്തേഡ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അല്ല, 2 മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് ഒരു മെത്തേഡും കൂടെ പഠിച്ചാൽ മതി. പിന്നെ ഒരെണ്ണമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു ഗസ് മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ തന്നെ ഒരു ആൻസർ ഗസ് ചെയ്തു, എന്നിട്ട് അത് തന്നെ നമ്മൾ തന്നെ ശരിയാണ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. അതുകൊണ്ട് ഇന്നേവരെ അത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ ചോദിച്ചാൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ സ്റ്റെപ്പ് ഒക്കെ എഴുതുക,
എന്നിട്ട് ഏതെങ്കിലും ഒരു ആൻസർ വെച്ച് ഒന്ന് ചെയ്ത് കാണിക്കാം. അത് ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. നാളെ ചിലപ്പോൾ ശാന്തി മിസ് ആയിരിക്കും എടുക്കുന്നത്. ഇത് ചെയ്ത് പഠിക്കണേ. ഓക്കെ മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.